ഞാൻ വിനോദ് പോണച്ചിറ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മനുഷ്യനിൽ പോസിറ്റീവ് എനർജി നിലനിർത്തുവാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു മനുഷ്യനിൽ ഒരു ദിവസം, അതായത് 24 മണിക്കൂറിനകം 30,000 മുതൽ 50,000 വരെ ചിന്തകൾ കടന്നുകൂടുന്നുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതിൽ 70% പോസിറ്റീവ് നോട്ട്സ് ആയിരിക്കും. പോസിറ്റീവായ ചിന്തകളാൽ 70% വരുമ്പോൾ 30% നെഗറ്റീവ് ചിന്തകളും മനുഷ്യരിലേക്ക് കടന്നുകൂടും. നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ എങ്ങനെയാണ് മാറ്റുവാൻ സാധിക്കുന്നത്? നെഗറ്റീവ് ചിന്തകൾ നമ്മളിലുണ്ടാകുമ്പോൾ അവയ്ക്ക് പകരം പോസിറ്റീവ് ചിന്തകളെ അവിടെ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന്, ഒരു കുട്ടി ഒരു പരീക്ഷയിൽ പങ്കെടുക്കുകയാണ്. ചോദ്യങ്ങൾക്ക് അനുസൃതമായുള്ള ഉത്തരങ്ങൾ തനിക്ക് കൃത്യമായി അറിയില്ലെന്നും ചിലപ്പോൾ താൻ തോറ്റേക്കുമെന്നും ഒരു ധാരണ കുട്ടിയിലുണ്ടായാൽ അത് പരീക്ഷയിൽ പങ്കെടുക്കുമ്പോൾ തന്നെയുള്ള ആത്മവിശ്വാസത്തെ പ്രതികൂലമായി ബാധിക്കും. അവിടെ പോസിറ്റീവ് എനർജിക്ക് ഒരു സാധ്യതയുമില്ലാതെയാക്കും. അതിനാൽ നമ്മളവിടെ പോസിറ്റീവ് എനർജിയെ സ്ഥാപിക്കുകയാണ്, നെഗറ്റീവ് എനർജിയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് പോസിറ്റീവ് എനർജിയെ സ്ഥാപിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സിൽ പറഞ്ഞുറപ്പിക്കുക, ഈ പരീക്ഷയിൽ ഞാൻ ജയിക്കും, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പരീക്ഷയിൽ കൂടുതലായി ചോദിക്കുക എന്നൊക്കെ മനസ്സിനെ ഒന്ന് പറഞ്ഞ് പാകപ്പെടുത്തിയതിന് ശേഷം പരീക്ഷയിൽ പങ്കെടുക്കുക. അങ്ങനെയാകുമ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾക്ക് ബഹുഭൂരിപക്ഷവും നിങ്ങൾക്ക് ഉത്തരം എഴുതുവാനും അതിലൂടെ വിജയം കാണുവാനും സാധിക്കും. വിജയിക്കുമെന്ന ചിന്ത ഉറപ്പിക്കുക. ചിതയിൽ നിന്ന് പോലും എഴുന്നേറ്റ് പോകാൻ മനുഷ്യന് കഴിയുന്ന കാലമാണ്. അപ്പോഴാണോ ചിന്തകളിൽ നിന്ന് ചിലർക്ക് എഴുന്നേറ്റ് പോകാൻ സാധിക്കാത്തത്? ഗൂഢമായ മനസ്സിൽ ഉറപ്പിക്കുന്ന ചിന്തകളിൽ നിന്നാണ് മനുഷ്യൻ ആദ്യം എഴുന്നേറ്റ് പോകേണ്ടത്. നമ്മുടെ ചുറ്റുപാടുകളെയും പെറ്റ്സിനെയും ഒക്കെ സ്നേഹിച്ച് വളർത്തുന്നത് പോസിറ്റീവ് എനർജി മനുഷ്യനിൽ വർദ്ധിപ്പിക്കാനിടയാക്കുന്നതാണ്. വേണ്ട എന്ന് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കരുത്. അത് നമ്മുടെ ബ്രെയിൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കും. ഒരു കാരണത്തെക്കുറിച്ച് നമ്മൾ വേണ്ട എന്ന് ചിന്തിച്ചാൽ നമ്മൾ മനസ്സുകൊണ്ട് പിന്നീട് അത് വേണമെന്ന് വെച്ചാലും നമ്മുടെ ബ്രെയിനിൽ അത് വീണ്ടും വീണ്ടും വേണ്ട എന്ന ആ ഓർമ്മപ്പെടുത്തൽ തുടർന്നുകൊണ്ടേയിരിക്കും. അത് ഒരിക്കലും പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കൊണ്ടുവരാനായി സാധിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് വേണ്ട എന്ന് വെക്കാതെ വേണം എന്ന് തീരുമാനിക്കാൻ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.